ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി തുടരുന്നു. ഹിമാചലിൽ മരിച്ചവരുടെ എണ്ണം 69ആയി. 37 പേരെ കാണാനില്ല. മഴക്കെടുതി നേരിടുന്ന സംസ്ഥാനങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലുമാണ് ഹിമാചലിൽ നാശം വിതച്ചത്. ഇതുവരെ 69 പേർ മരിച്ചു. 37 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 110 പേർക്ക് പരിക്കേറ്റു. മാണ്ഡി ജില്ലയിലാണ് കൂടുതൽ കെടുതി. 11 പേർക്ക് മാണ്ഡിയിൽ മാത്രം ജീവൻ നഷ്ടമായി. ദുരന്ത നിവാരണ സേനകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. സംസ്ഥാനത്ത് 700 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് റവന്യൂ വകുപ്പിന്റെ വിലയിരുത്തൽ. ഭാഗികമായി തകർന്നതിനെ തുടർന്ന് 250 റോഡുകൾ അടച്ചിട്ടിരിക്കുകയാണ്. 500-ലധികം വൈദ്യുതി പോസ്റ്റുകളും 700 കുടിവെള്ള പൈപ്പ് ലൈനിനും കേടുപാട് പറ്റി. സംസ്ഥാനത്ത് 14 ഇടങ്ങളിലാണ് മേഘവിസ്ഫോടനമുണ്ടായത്. ജൂലൈ 7 വരെ ഓറഞ്ച് അലർട്ടാണ്. 69 जो लोग हैं वो अपनी जान गंवा चुके हैं. 37 के करीब लोग हमारे मिसिंग है. 110 लोग जो अभी घायल हुए हैं और तकरीबन 700 करोड़ रुपए का नुकसान हो चुका है. മഴക്കെടുതി നേരിടുന്ന ഗുജറാത്ത്, ഹിമാചൽ, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഫോണിൽ സംസാരിച്ചു. കൂടുതൽ ദുരന്ത നിവാരണ സേനാംഗങ്ങളെ അയച്ചെന്നും എല്ലാ സഹായവും ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അമിത് ഷാ അറിയിച്ചു. 24 ഡൽഹി.